നമസ്കാരം. 100 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര ബജറ്റ് നാളെ. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രഖ്യാപനങ്ങളിൽ ഉറ്റുനോക്കി രാജ്യം. മധ്യവർഗത്തെ തലോടുന്ന ബജറ്റെന്ന സൂചന നൽകി നയപ്രഖ്യാപനം. വികസിത ഭാരതത്തിന് വഴികാട്ടിയാകുന്ന ബജറ്റായിരിക്കുമെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് 6.8 വരെയെന്ന സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം. ബജറ്റിൽ പ്രതീക്ഷയർപ്പിച്ച് കേരളവും. ഇന്ത്യയുടെ വളർച്ചയെ വേഗത്തിൽ നയിക്കുന്നതായിരിക്കും ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബജറ്റ് ജനങ്ങൾക്ക് പുതിയ ഊർജ്ജം നൽകും. സ്ത്രീകൾക്കും യുവാക്കൾക്കും ബജറ്റിൽ പരിഗണന. ചരിത്രപരമായ ബില്ലുകൾ ഈ സെഷനിൽ അവതരിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി. നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ച് സോണിയാഗാന്ധി നടത്തിയ പരാമർശത്തിൽ രാഷ്ട്രപതി ഭവന് കടുത്ത അതൃപ്തി. രാഷ്ട്രപതിയുടെ അന്തസ്സിനെ മുറിവേൽപ്പിക്കുന്ന വാക്കുകളെന്ന അസാധാരണ പ്രതികരണം. വിവാദമായത് രാഷ്ട്രപതിയെ പാവം സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്ത് നടത്തിയ പരാമർശം. വരേണ്യ മാനസികാവസ്ഥയിൽ നിന്നുണ്ടായ പരാമർശമെന്ന് BJP. കോൺഗ്രസിന്റെ രാജകുടുംബം രാഷ്ട്രപതിയെ അപമാനിച്ചെന്ന് പ്രധാനമന്ത്രി. മാധ്യമങ്ങൾ വാക്കുകൾ വളച്ചൊടിച്ചെന്ന പരാമർശവുമായി പ്രിയങ്ക ഗാന്ധി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടി. മത്സരിക്കാൻ സീറ്റ് നിഷേധിച്ച 7 MLA-മാർ പാർട്ടി വിട്ടു. അരവിന്ദ് കെജ്രിവാളിലും പാർട്ടിയിലുമുള്ള വിശ്വാസം നഷ്ടമായെന്ന് രാജിവെച്ചവർ. പ്രതികരിക്കാതെ ആം ആദ്മി പാർട്ടി. എറണാകുളം ചോറ്റാനിക്കരയിൽ സുഹൃത്ത് ക്രൂരമായി ആക്രമിച്ച പോക്സോ അതിജീവിത മരണത്തിന് കീഴടങ്ങി. അന്ത്യം ഗുരുതര പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. പ്രതി തലയോലപ്പറമ്പ് സ്വദേശി അനൂപിനെതിരെ കൊലക്കുറ്റം ചുമത്തും. പോലീസിനോട് റിപ്പോർട്ട് തേടി വനിതാ കമ്മീഷൻ. വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് P. സതീദേവി. പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജ്. കോൺഗ്രസിനും ലീഗിനുമെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി. പ്രശ്നങ്ങളിൽ കൃത്യമായ നിലപാടെടുക്കാതെ വർഗീയതയ്ക്ക് സമരസപ്പെടുന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നു. 4 വോട്ട് കിട്ടുമെങ്കിൽ ആരുമായും കൂട്ടുകൂടാമെന്ന അവസ്ഥയിലാണെന്നും കോൺഗ്രസ് എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ലീഗിന്റെ കാര്യങ്ങൾ നടത്താമെന്ന രീതിയിലേക്ക് SDPIയും ജമാഅത്ത് ഇസ്ലാമിയും എത്തിയെന്നും മുഖ്യമന്ത്രി. വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികൾക്ക് പഠനം തുടരാൻ അനുമതി നൽകി സർവകലാശാല ഉത്തരവിറക്കി. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. തിരുവനന്തപുരം ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ വിചിത്രമൊഴിയുമായി പ്രതി. കുഞ്ഞിനെ കൊന്നത് ഉൾവിളി കൊണ്ടെന്ന് ഹരികുമാർ. പ്രതി ഇടയ്ക്കിടെ മൊഴി മാറ്റുന്നത് പോലീസിനെ വലയ്ക്കുന്നു. പ്രതി ഹരികുമാറിന് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് SP. പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. കുടുംബവുമായി അടുത്ത ബന്ധമുള്ള കരിക്കകം സ്വദേശിയായ പൂജാരിയെ ചോദ്യം ചെയ്തു. അമ്മ ശ്രീധുവിനെ കുറ്റവിമുക്തയാക്കാതെ പോലീസ്. ശ്രീധുവിനെതിരെ ഭർത്താവിന്റെയും ഭർത്തൃപിതാവിന്റെയും മൊഴി. പ്രതി ഹരികുമാർ റിമാൻഡിൽ. എറണാകുളം ചോറ്റാനിക്കരയിൽ റാഗിങ്ങിനെ തുടർന്ന് 9ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ട വിദ്യാഭ്യാസ വകുപ്പ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. സ്കൂളിൽ പരിശോധന നടത്തി പോലീസ്. കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തി. തെളിവുകൾ ലഭിക്കാതെ ആരോപണ വിധേയരായ കുട്ടികൾക്കെതിരെ നടപടിയെടുക്കില്ലെന്ന് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ. വയനാട് വെള്ളമുണ്ടയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ കൊലപ്പെടുത്തി. പ്രതിയും ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. സ്യൂട്ട് കേസിലാക്കിയ നിലയിൽ മൂളിത്തോട് പാലത്തിനടിയിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ യൂണിറ്റിന് അനുമതി നൽകിയ സർക്കാർ നടപടിക്ക് CPI ദേശീയ എക്സിക്യൂട്ടീവിൽ വിമർശനം. കേരള സർക്കാർ ഇടതുമൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചെന്ന് K. പ്രകാശ് ബാബു. വിമർശനത്തെ പിന്തുണച്ച് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മദ്യനിർമ്മാണ യൂണിറ്റിന് നൽകിയ അനുമതി റദ്ദാക്കിയില്ലെങ്കിൽ കോൺഗ്രസ് പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങുമെന്ന് രമേശ് ചെന്നിത്തല. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയ്ക്കായി തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകാൻ പോലീസ്. വിശദമായ തെളിവെടുപ്പിന് നീക്കം. കൊലപ്പെട്ട സുധാകരന്റെ മക്കളെ സന്ദർശിച്ച രമേശ് ചെന്നിത്തല. പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്ത നടപടി അസംബന്ധമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ്. സോളാർ കേസിൽ കോഴിക്കോട് എരഞ്ഞിക്കൽ സ്വദേശിയെ പറ്റിച്ചെന്ന പരാതിയിൽ 3 പേരെ കോടതി വെറുതെ വിട്ടു. സരിത S. നായർ, ബിജു രാധാകൃഷ്ണൻ, മണിമോൻ എന്നിവരെയാണ് വെറുതെ വിട്ടത്. കൊയിലാണ്ടി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി. കാരണവർ വധക്കേസ് പ്രതി ഷെറിന് ശിക്ഷയിളവ് നൽകിയ സർക്കാർ നടപടി അംഗീകരിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ഗവർണർക്ക് കത്ത് നൽകി രമേശ് ചെന്നിത്തല. തീരുമാനം രാഷ്ട്രീയ പ്രേരിതമെന്നും നിയമവിരുദ്ധമായ നടപടിയെന്നും വിമർശനം. ഫയൽ തിരിച്ചയക്കണമെന്നും രാജ്ഭവനോട് രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ GST കൌൺസിലിലെ തീരുമാനം എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിനെ സംബന്ധിച്ചെന്ന് മന്ത്രി MB രാജേഷ്. GST നടപ്പിലായത് മുതൽ മദ്യനിർമ്മാണത്തിനുള്ള എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിന് GST ബാധകമല്ല. എത്തനോളിന്റെ GST വിഹിതത്തെക്കുറിച്ചാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതെന്നും MB രാജേഷ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. വന്യജീവി ആക്രമണം തടയുന്നതിന് 1 രൂപ പോലും ചെലവാക്കാൻ സർക്കാർ തയ്യാറില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജനവാസ മേഖലയെ വീണ്ടും വനമാക്കാനുള്ള നീക്കത്തിലാണ് സർക്കാരെന്ന് VD സതീശൻ.
തന്നെ അപകീർത്തിപ്പെടുത്തിയതിന് പ്രമുഖ നടിക്കെതിരെ മാനനഷ്ട കേസ് നൽകുമെന്ന് രാഹുൽ ഈശ്വർ. പരാതിയിൽ കഴമ്പില്ല എന്ന് പോലീസ് കണ്ടെത്തി കോടതിയിൽ പറഞ്ഞതാണ്. നിയമം കൺമുന്നിൽ ദുരുപയോഗം ചെയ്യപ്പെടുകയാണെന്നും രാഹുൽ ഈശ്വർ. കോട്ടയം നഗരസഭയിലെ സാമ്പത്തിക ക്രമക്കേടുകളിൽ ഭരണകക്ഷിയിൽ ഭിന്നത. നഗരസഭയിൽ നിന്ന് 211 കോടി രൂപ കാണാതായ വിഷയത്തിൽ ഉൾപ്പെടെ അന്വേഷണം വേണമെന്ന് ഭരണപക്ഷ കൌൺസിലേഴ്സ്. കൌൺസിൽ അംഗങ്ങൾ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തുന്നുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് വൈസ് ചെയർമാൻ ചെയർപേഴ്സണ് കത്ത് നൽകി. കാലിക്കറ്റ് സർവകലാശാല ഡിസോൺ കലോത്സവത്തിൽ SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തതിൽ പോലീസ് ഒത്തുകളിയെന്ന ആരോപണം. KSU പ്രവർത്തകരുടെ മർദ്ദനത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ആശിഷിനെ ഒന്നാം പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തത്. FIRന്റെ പകർപ്പ് 24 ലഭിച്ചു. കാലിക്കറ്റ് സർവകലാശാലയിലെ ഡിസോൺ കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ സംഘാടകർക്കും പങ്കെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. പരാതികൾ ഉയർന്നാൽ സംഘാടകർ ഇടപെട്ട് പരിഹരിക്കണമെന്ന് മന്ത്രി. പാലക്കാട് മണ്ണാർക്കാട് നടക്കുന്ന A-സോൺ കലോത്സവത്തിൽ വീണ്ടും സംഘർഷം. MSF നേതാവിനെ SFI പ്രവർത്തകർ മർദ്ദിച്ചതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. പോലീസ് ഇടപെട്ട് പ്രവർത്തകരെ നീക്കി. പത്തനംതിട്ട കലഞ്ഞൂരിൽ 1.5 മാസം മുൻപ് കിണറ്റിൽ വീണ കാട്ടുപന്നിയെ കരയ്ക്കു കയറ്റി. വനംവകുപ്പ് ജീവനക്കാരെത്തിയാണ് കാട്ടുപന്നിയെ കരയ്ക്കു കയറ്റി വിട്ടത്. നടപടി 24 വാർത്തയ്ക്ക് പിന്നാലെ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിൽ ഹാരിസൺ മലയാളത്തിന്റെ നടപടിക്കെതിരെ ആക്ഷൻ കൌൺസിൽ. സ്ഥലമേറ്റെടുപ്പിനെതിരായ അപ്പീൽ ഹാരിസൺ മലയാളം പിൻവലിച്ചില്ലെങ്കിൽ എസ്റ്റേറ്റ് കൈയേറുമെന്നാണ് മുന്നറിയിപ്പ്. പാലക്കാട് നെന്മാറ നടന്ന ഇരട്ടക്കൊലപാതകത്തിൽ കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കളെ കണ്ട് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സുധാകരന്റെ മകൾക്ക് ജില്ലാ ആശുപത്രിയിൽ ജോലി നൽകണമെന്ന് ആരോഗ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതായി രമേശ് ചെന്നിത്തല. മലപ്പുറം നിലമ്പൂർ മൂത്തേടത്ത് ബസിൽ നിന്നും തെറിച്ചു വീണ വയോധികയ്ക്ക് ദാരുണാന്ത്യം. മൂത്തേടം ചെമ്മന്തിട്ട മറിയുമ്മയാണ് മരിച്ചത്. റഷ്യയിൽ 16 ഇന്ത്യക്കാരെ കാണാതായതായി വിദേശകാര്യ മന്ത്രാലയം. റഷ്യൻ അധികൃതരുമായി ബന്ധപ്പെട്ടു വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. സംസ്ഥാനത്തെ ജനുവരി മാസത്തെ റേഷൻ വിതരണം ഫെബ്രുവരി 4 വരെ നീട്ടി. കഴിഞ്ഞ 5 ദിവസമായി വാതിൽപ്പടി വിതരണം സുഗമമായി നടന്നുവരികയാണെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ. വ്യാഴാഴ്ച മുതൽ ഫെബ്രുവരിയിലെ റേഷൻ വിതരണം ആരംഭിക്കുമെന്നും മന്ത്രി. കേരളത്തിൽ ഫെബ്രുവരി 2 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. തെക്കൻ കേരളത്തിന് മുകളിലെ ചക്രവാത ചുഴിയുടെയും കാറ്റിന്റെയും സ്വാധീനത്തിലാണ് മഴ പെയ്യുക. ആലപ്പുഴ വള്ളിക്കുന്നിൽ തെരുവുനായ ആക്രമണം. 5 പേർക്ക് കടിയേറ്റു. 3 പേർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. ഇന്ത്യയടക്കം ബ്രിക്സ് രാജ്യങ്ങൾക്ക് ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അന്താരാഷ്ട്ര വ്യാപാരത്തിലെ പ്രബല കറൻസിയായി US ഡോളറിനെ മാറ്റാൻ ശ്രമിച്ചാൽ കയറ്റുമതിക്ക് 100% തീരുവ ചുമത്തുമെന്ന് ഭീഷണി. ആഗോള വ്യാപാരത്തിൽ ഡോളറിന്റെ പങ്ക് ബ്രിക്സ് രാജ്യങ്ങൾ നിലനിർത്തണമെന്നും മുന്നറിയിപ്പ്. വയനാട് മൂപ്പൈനാട് കാടാശ്ശേരിയിൽ ആടിനെ പുലി ആക്രമിച്ചു കൊന്നു. ആടിന്റെ ജഡവുമായി മേപ്പാടി വനംവകുപ്പ് ഓഫീസിനു മുന്നിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. കൊച്ചി ഏലൂർ വടക്കും ഭാഗത്ത് തീപിടുത്തം. ആക്രിക്കടക്കാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. PS ജോസഫിന്റെ കവിതാ സമാഹാരം ഗാന്ധി വധം എഴുത്തുകാരി റൂസി തമ്പിക്ക് നൽകി KEN കുഞ്ഞഹമ്മദ് പ്രകാശനം ചെയ്തു. കോഴിക്കോട് ഗാന്ധി ഗൃഹത്തിൽ നടന്ന ചടങ്ങിൽ നോവലിസ്റ്റും പ്രമുഖ മാധ്യമപ്രവർത്തകനുമായ UK കുമാരൻ അധ്യക്ഷത വഹിച്ചു. പാലക്കാട്ടെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ വീണ്ടും വിജിലൻസ് പരിശോധന. വാളയാർ വേലന്താവളം RTO ചെക്ക് പോസ്റ്റുകളിൽ നടത്തിയ പരിശോധനയിൽ 1,60,000 രൂപ പിടികൂടി. കൊച്ചി ലണ്ടൻ വിമാന സർവീസ് എയർ ഇന്ത്യ നിർത്തുന്നു. മാർച്ച് 28 ഗാറ്റ്വിക്കിൽ നിന്ന് കൊച്ചിയിലേക്കാണ് അവസാന സർവീസ്. സർവീസ് തുടരണമെന്നാവശ്യപ്പെട്ട് UK മലയാളികൾ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ തുടങ്ങി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വെണ്ണല പാടിവട്ടം യൂണിറ്റ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് AJ റിയാസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വിംഗ് പ്രസിഡന്റ് സിജു MD അധ്യക്ഷനായി. 120ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ഹോങ്കോങ്ങിൽ നടന്ന ചൈനീസ് പുതുവത്സരാഘോഷങ്ങൾക്ക് കേരളത്തനിമയേകി മലയാളം അക്കാദമി. കഥകളിയും മോഹിനിയാട്ടവും തെയ്യവും ഒപ്പനയും ചിങ്കാരിമേളവും ഉൾപ്പെടെയുള്ള കലാരൂപങ്ങളാണ് പരേഡിന് മിഴിവേകിയത്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള സംസ്കാരങ്ങൾ ദൃശ്യവിരുന്നൊരുക്കുന്ന പരേഡിൽ കേരള സാന്നിധ്യം ഇതാദ്യമായി. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കാൻ ലഭിച്ച സുവർണാവസരമെന്ന് മലയാളം അസോസിയേഷൻ പ്രസിഡന്റ് M. ഗോപിനാഥ്.
നടനും കാരിക്കേച്ചർ കലാകാരനും അവതാരകനുമായ ജയരാജ് വാര്യർക്ക് ഗുജറാത്തിലെ മലയാളി സമൂഹത്തിന്റെ ആദരം. ഉമർഗാവ് കേരള അസോസിയേഷന്റെ പ്രഥമ സർഗശ്രീ പുരസ്കാരമാണ് ജയരാജ് വാര്യർക്ക് സമ്മാനിച്ചത്. ചടങ്ങിൽ ഡോക്ടർ R.K. നായർ ജയരാജ് വാര്യർക്ക് അവാർഡ് സമ്മാനിച്ചു. മലപ്പുറം ആദവനാട് ഫർണിച്ചർ നിർമ്മാണശാലയിലെ കട്ടർ തട്ടി ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ദാരുണാന്ത്യം. മരിച്ചത് ഉത്തർപ്രദേശ് സ്വദേശി സുബ്ഹാൻ അലി. കോഴിക്കോട് മദ്യലഹരിയിൽ അപകടകരമായ രീതിയിൽ ഓട്ടോ ഓടിച്ച ഡ്രൈവർ പിടിയിൽ. ഓട്ടോയുടെ നിയന്ത്രണം പോകുന്നത് കണ്ട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഡ്രൈവർ ജിജി പിടിയിലായത്. കൊച്ചിയിൽ ലഹരിവേട്ടയിൽ 450 ഗ്രാം MDMA പിടികൂടി. മട്ടാഞ്ചേരി സ്റ്റേഷൻ പരിധിയിൽ 298 ഗ്രാം MDMA പിടികൂടിയതിൽ 2 പ്രതികൾ അറസ്റ്റിൽ. കേസിൽ ആകെ 7 പ്രതികളാണുള്ളത്. ലഹരിയുടെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. പാലക്കാട് ശേഖരിപുരത്ത് കാനയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി. ലോട്ടറി വിൽപ്പനക്കാരനായ കറുകുടി സ്വദേശി രാജേഷാണ് മരിച്ചത്. കാനയിലേക്ക് തലയിടിച്ചു വീണതാകാമെന്ന് നിഗമനം. തിരികെ 100 ന്യൂസിലേക്ക് നോക്കാം. ഇനി പ്രധാന അറിയിപ്പുകൾ. മലപ്പുറം നാവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ സെലക്ഷൻ ട്രയൽസ് ഫെബ്രുവരി 2 നടക്കും. തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ രാവിലെ 8 മുതലാണ് സെലക്ഷൻ ട്രയൽസ്. 7ാം ക്ലാസ് മുതൽ +1 വരെ 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾ ബർത്ത് സർട്ടിഫിക്കറ്റും സ്പോർട്സ് കിറ്റുമായാണ് ഹാജരാകേണ്ടത്. കൊല്ലം പബ്ലിക് ലൈബ്രറിയിൽ പുതുതായി വാങ്ങിയ 700-ൽ പരം ഇംഗ്ലീഷ് മലയാളം പുസ്തകങ്ങളുടെ പ്രദർശനം ആരംഭിച്ചു. ഫെബ്രുവരി 5 വരെയാണ് പ്രദർശനം. അംഗങ്ങൾക്ക് പുസ്തകങ്ങൾ മുൻകൂട്ടി റിസർവ് ചെയ്യാം. കേരള വനം വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരിൽ പ്രവർത്തിക്കുന്ന ആന പുനരധിവാസ കേന്ദ്രത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നു. വിശദവിവരങ്ങൾ വനം വകുപ്പിന്റെ വെബ്സൈറ്റിൽ. കൊല്ലം മങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് അധ്യാപകരെ നിയമിക്കും. സർട്ടിഫിക്കറ്റുകൾ സഹിതം ഫെബ്രുവരി 2 രാവിലെ 11 അഭിമുഖത്തിന് ഹാജരാകണം. കുട്ടനാട് ചതുർധ്യാഗരി വികാസ് മാർഗ് റോഡിൽ ടാറിംഗ് പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഗതാഗത നിയന്ത്രണം. ഫെബ്രുവരി 12 വരെ വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ടായിരിക്കും. കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിയിൽ അടുത്ത മാസം 2 വരെ റെയിൽവേ ഗേറ്റ് അടച്ചിടും. നിയന്ത്രണം അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ. ദേശീയ വാർത്തകൾ. തമിഴക വെട്രിക്കഴകത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി ആധവ് അർജുനനെ നിയമിച്ചു. AIADMK IT സോഷ്യൽ മീഡിയ തലവനായിരുന്ന നിർമ്മൽ കുമാർ ഇനി TVKയുടെ സോഷ്യൽ മീഡിയ തലവനാകും. രണ്ടുപേരും ഇന്നാണ് പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. രാജ്യത്ത് നിക്ഷേപം ഉയരുമെന്ന സാമ്പത്തിക സർവേ 6.3 മുതൽ 6.8 വരെ വളർച്ചയുണ്ടായേക്കും. സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങൾ ശക്തം. 4ാം പാദത്തിൽ ഭക്ഷ്യവിലക്കയറ്റം കുറയാൻ സാധ്യതയെന്നും സർവേ. തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് അശ്ലീല സന്ദേശം അയച്ച AIADMK നേതാവിനെ ചൂലുകൊണ്ട് തല്ലി യുവതികൾ. കാഞ്ചീപുരം കുന്ത്രത്തൂരിലെ പാർട്ടി ജോയിന്റ് സെക്രട്ടറി പൊന്നമ്പലത്തിനെതിരെയാണ് പ്രതിഷേധം. ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം. ഭീകരർക്കു നേരെ സൈന്യം വെടിയുതിർത്തു. 2 ഭീകരരെ സൈന്യം വധിച്ചതായി സൂചന. മുംബൈയിലെ ചെമ്പൂരിൽ നിർമ്മാണത്തിലിരുന്ന മെട്രോ പില്ലർ തകർന്നു വീണു. ആളപായമില്ല. അന്വേഷണം ആരംഭിച്ചു പോലീസ്. ഛത്തീസ്ഗഡിൽ HMPV സ്ഥിരീകരിച്ചു. കോർബയിൽ 3 വയസ്സുള്ള ആൺകുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രാജ്യാന്തര വാർത്തകൾ. പാകിസ്ഥാനിലെ കറാച്ചിയിൽ ഷാലിമാർ എക്സ്പ്രസിന്റെ 3 കോച്ചുകൾ പാളം തെറ്റി. അപകടത്തെ തുടർന്ന് ലാഹോർ, റാവൽപിണ്ടി, നരോവൽ, ഫൈസലാബാദ് എന്നിവിടങ്ങളിൽ ട്രെയിൻ ഗതാഗതം നിർത്തിവെച്ചു. ലാഹോറിലെ ഷഹദാരയ്ക്ക് സമീപമാണ് അപകടം നടന്നത്. ഇസ്രയേൽ വെസ്റ്റ് ബാങ്കിൽ നടത്തിയ ബോംബാക്രമണത്തിൽ 12 പലസ്തീനുകൾ കൊല്ലപ്പെട്ടു. ഇസ്രയേലി ബന്ദികളെ കൈമാറുന്നതിൽ നാടകീയ രംഗങ്ങൾ. ക്ഷുഭിതരായ ഇസ്രയേൽ പലസ്തീൻ തടവുകാരുടെ കൈമാറ്റം വൈകിപ്പിച്ചു. സ്വീഡനിൽ ഖുറാൻ കത്തിച്ച് പ്രകോപനം സൃഷ്ടിച്ച ഇറാഖ് സ്വദേശി വെടിയേറ്റു മരിച്ചു. സാൽവാൻ മോമികയാണ് വെടിയേറ്റു കൊല്ലപ്പെട്ടത്. അമേരിക്കൻ എയർലൈൻസ് വിമാനവും ആർമി ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചുണ്ടായ ദുരന്തത്തിൽ ഇതുവരെ 40 മൃതദേഹങ്ങൾ കണ്ടെത്തി. വാഷിംഗ്ടൺ DC മേഖലയിലെ തിരക്കല്ല, എയർ ട്രാഫിക് നിയന്ത്രിക്കുന്നവരുടെ കഴിവില്ലായ്മയാണ് ദുരന്തത്തിന് കാരണമായതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി. ചൈനയുടെ ഡീപ് സീക്ക് ഉപയോഗിക്കുന്നതിൽ നിന്നും അമേരിക്കൻ നാവികസേനയ്ക്ക് വിലക്ക്. ഡീപ് സീക്കിന്റെ R1 മോഡൽ ഏതെങ്കിലും ജോലി സംബന്ധമായോ വ്യക്തിഗത ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്ന് മുന്നറിയിപ്പ്. സ്ഥിരതാമസ പെർമിറ്റ് നിയമങ്ങൾ കർശനമാക്കാൻ ഫിൻലാൻഡ് സർക്കാർ. പുതിയ നിർദ്ദേശം അനുസരിച്ച് തുടർച്ചയായി 6 വർഷം രാജ്യത്ത് താമസിക്കുന്നവർക്കായിരിക്കും പെർമിറ്റ് ലഭിക്കുക.
ദക്ഷിണാഫ്രിക്കയുടെ മുൻ പ്രസിഡന്റ് ജേക്കബ് സുമയുടെ മകളെ ഭീകരവാദ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്തു. ദക്ഷിണാഫ്രിക്കൻ പാർലമെന്റ് അംഗം കൂടിയായ ഡൂട്ട്സിലെ സുമ സമ്പുട്ലെയാണ് അറസ്റ്റിലായത്. ആഫ്രിക്കൻ രാജ്യമായ ഉഗാണ്ടയിൽ വീണ്ടും എബോള രോഗം സ്ഥിരീകരിച്ചു. തലസ്ഥാനമായ കമ്പാലയിൽ നഴ്സ് എബോള ബാധിച്ച് മരിച്ചതായി റിപ്പോർട്ട്. ബ്രിട്ടീഷ് ഗായികയും നടിയുമായ മാരിയാൻ ഫെയ്ത്ത്ഫുൾ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. ലണ്ടനിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ബിസിനസ് വാർത്തകൾ. തുടർച്ചയായ 3-ാം ദിവസവും റെക്കോർഡ് തിരുത്തി സ്വർണ്ണവില. പവന് ഒറ്റയടിക്ക് കൂടിയത് 960 രൂപ. പവന് ഇന്ന് 61,840 രൂപയും ഗ്രാമിന് 7,730 രൂപയിലുമാണ് വ്യാപാരം. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരായ 25% നികുതി നാളെ നിലവിൽ വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ഇറക്കുമതി നികുതിയുടെ ഭാഗമായി ഈ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഉൾപ്പെടുത്തണമോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. ഡീപ് സീക്കിനെ വെല്ലുന്ന AI മോഡൽ അവതരിപ്പിച്ചെന്ന അവകാശവാദവുമായി ചൈനീസ് ടെക് കമ്പനിയായ ആലിബാബ. ക്വെൻ 2.5 AI മോഡലിന്റെ മാക്സ് എന്ന പുതിയ പതിപ്പ് കമ്പനി പുറത്തിറക്കി. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിറ്റഴിക്കുന്ന കമ്പനിയായി ടൊയോട്ട. കഴിഞ്ഞ വർഷം ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ 10.8 ദശലക്ഷം വാഹനങ്ങളാണ് വിറ്റഴിച്ചത്. മാരുതി സുസുക്കിയെ നയിക്കാൻ വീണ്ടും ഹിസാഷി ടക്കൂച്ചി. 3 വർഷത്തേക്കാണ് മാനേജിംഗ് ഡയറക്ടറായും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി നിയമനം. 2020 ശേഷമുള്ള ഏറ്റവും വലിയ വാർഷിക നഷ്ടവുമായി ബോയിംഗ്. $11.8 ബില്യൺ നഷ്ടമാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. കമ്പനി നേരിട്ട ചില സാങ്കേതിക പ്രശ്നങ്ങൾ തിരിച്ചടിയായി. പ്രയാഗ്രാജിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കുറച്ച് ആകാശ എയർ. കൂടാതെ വിമാന സർവീസിന്റെ എണ്ണവും വർദ്ധിപ്പിച്ചു. മഹാകുംഭമേള കണക്കിലെടുത്താണ് പുതിയ തീരുമാനം. നോക്കാം ഇനി കായിക വാർത്തകൾ. ദേശീയ ഗെയിംസ് ബീച്ച് ഹാൻഡ്ബോളിൽ കേരള വനിതാ ടീമിന് വെള്ളി. ഫൈനലിൽ കേരളം കരുത്തരായ ഹരിയാനയോട് തോറ്റു. ഗെയിംസിൽ കേരളത്തിന്റെ 5ാം മെഡൽ. ദേശീയ ഗെയിംസ് പുരുഷന്മാരുടെ കൊഖോയിൽ കേരളത്തിന് വെങ്കലം. സെമിയിൽ കേരളം ഒഡീഷയോട് തോറ്റു. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയ ഗോൾ കീപ്പർ. ഒഡീഷ താരം കമൽജിത്തിനെ സ്വന്തമാക്കി. യുവേഫ ചാമ്പ്യൻസ് ലീഗ് പ്ലേ ഓഫ് നോക്കൌട്ടിൽ റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റി വമ്പൻ പോരാട്ടം. ബയൺ മ്യൂണിക് സെൽറ്റിക്കിനെ നേരിടും. കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. മാർക്കോ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ഉണ്ണി മുകുന്ദൻ നായകനാകുന്ന പുതിയ സിനിമയുടെ റിലീസ് പ്രഖ്യാപിച്ചു. വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്യുന്ന ഗെറ്റ് സെറ്റ് ബേബി എന്നാണ് ചിത്രത്തിന്റെ പേര്. പടം ഫെബ്രുവരി 21 തിയേറ്ററുകളിലെത്തും. ഇതിന്റെ ഭാഗമായി പുതിയ പോസ്റ്ററും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. മഹാകുംഭമേളയ്ക്കിടെ സമൂഹ മാധ്യമങ്ങൾ വൈറലായ മൊണാലിസ എന്ന മോനി ബോൺസ്ലെ ബിഗ് സ്ക്രീനിലേക്ക്. ബോളിവുഡ് സംവിധായകൻ സനോ മിശ്രയുടെ സിനിമയിൽ കൂടിയായിരിക്കും സിനിമ എൻട്രി. സിനിമയുടെ ചിത്രീകരണം ഉടൻ ആരംഭിക്കുമെന്നാണ് വിവരം. നാളെ അറിയാം. എറണാകുളം കീഴ്മാട് പഞ്ചായത്തിൽ പൂർണ്ണമായും, എടത്തല പഞ്ചായത്തിൽ ഭാഗികമായും നാളെ ശുദ്ധജല വിതരണം മുടങ്ങും. കല്ലുങ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിനാണ് നിയന്ത്രണം. കോഴിക്കോട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ നാളെ വൈദ്യുതി മുടങ്ങും. പകൽ 7 മുതൽ 3:30 വരെയാണ് വൈദ്യുതി നിയന്ത്രണം. വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ SSF SP ഓഫീസിലേക്ക് നാളെ മാർച്ച് നടത്തും. നാളെ പകൽ 10 ആരംഭിക്കുന്ന മാർച്ചിൽ 500-ലധികം പേർ പങ്കെടുക്കും. എറണാകുളം ജില്ലയിൽ സംസ്ഥാന ഫിഷറീസ് വകുപ്പും ആസ്ട്രോ മെഡിസിറ്റി സംയുക്തമായി നാളെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ക്യാമ്പ് K ഉണ്ണികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യും. തൃശൂർ താലൂക്ക് വികസന സമിതിയുടെ ഫെബ്രുവരി മാസത്തെ യോഗം നാളെ രാവിലെ 11 താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടക്കും. ഇപ്പോൾ കിട്ടിയ വാർത്തകൾ. വിശാഖപട്ടണത്ത് അമ്മയെ മകൻ കുത്തിക്കൊന്നു. കൊലപാതകത്തിന് കാരണം ലാപ്ടോപ്പ് നൽകാത്തത്. കൊല്ലപ്പെട്ടത് മൽക്കാപുരം സ്വദേശി അൽകാസിം. ബംഗാളിലെ നൈഹാട്ടിയിൽ TMC പ്രവർത്തകൻ വെടിയേറ്റു മരിച്ചു. പ്രതിക്കായ അന്വേഷണം. കൊല്ലപ്പെട്ടത് സന്തോഷ് യാദവ്. മഹാകുംഭമേളയ്ക്കിടെയുണ്ടായ അപകടത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ രൂക്ഷമായി വിമർശിച്ച് തൃണമൂൽ നേതാവ് അഭിഷേക് ബാനർജി. ബംഗാളിലായിരുന്നു ഇത്തരമൊരു ദാരുണ സംഭവമെങ്കിൽ BJP അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയെന്ന് അഭിഷേക് ബാനർജി കുറ്റപ്പെടുത്തി. ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.